താനും തൻ്റെ ടീമും എൻ്റെ കൂടെ വരണം. സർ. നിങ്ങളോടും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. സർ. മഹിമ വരൂ. മഹിമ ഗോപാൽജിയെ കൊടുക്കുക മാത്രമല്ല, അതിന് നിയമപരമായ ഒരു വഴിയും കണ്ടുപിടിച്ചു. ഇത്തവണ അവളോട് നിനക്ക് ദേഷ്യം കാണിക്കാൻ പറ്റില്ല മഞ്ജു. അവൾ ചെയ്തത് എല്ലാ തരത്തിലും ശരിയാണ്. താനാള് ശരിയല്ലോടാ ഗോപാല. തന്റെ എല്ലാ സ്ഥലമിടപാടുകളിലും ക്രമക്കേടുണ്ടല്ലോ. അതിനെല്ലാം തന്നെ സഹായിച്ചിരിക്കുന്നതേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. കുഴപ്പമില്ല, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ തന്റെ കാര്യം എന്ത് ചെയ്യും? സാറേ, ഇവളുടെ അച്ഛൻ മാധവ സാറിന് എന്നോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഇപ്പോ മക്കളും എന്നെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അയ്യോ, അത് കഷ്ടായി പോയില്ലോ ഗോപാല. താൻ ഒരു തെറ്റും ചെയ്യാതെയാണോ മഹിമ തനിക്കെതിരെ ഇത്രയും തെളിവുകൾ ശേഖരിച്ചത്? താൻ കാശ് കൊടുത്താൽ വാലാട്ടുന്ന കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതുപോലൊരാളാണ് സത്യദേവനെന്ന് താൻ വിചാരിക്കരുത്. ഇയാൾ ഇത്രയും തെറ്റുകളൊക്കെ കാണിച്ചിട്ടും നിങ്ങളെന്താ ഇതുവരെ ആക്ഷനൊന്നും എടുക്കാതിരുന്നത്? എന്നിട്ട് കൃത്യമായി ഞാൻ ഇവർക്കെതിരായിട്ട് അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും ഇവരെ സംരക്ഷിക്കാനായി പറന്നെത്തിയേക്കും അല്ലേ? നാണമില്ലേ നിങ്ങൾക്ക്? സർ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, ഇയാള് പോലീസുകാരെ എല്ലാം വിരട്ടി വെച്ചിരിക്കാം. ഇനി മുഖം നോക്കാതെ നടപടി എടുത്താൽ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെടും. എന്റെ ചേച്ചി തന്നെ പലതവണ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓ, മഞ്ജു തന്റെ ചേച്ചിയാണോ? അതെ സർ. ഞാൻ തിരക്ക് പിടിച്ച് അവിടെ എത്തിയത് ഇയാൾക്ക് വേണ്ടിയല്ല സർ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ. കൊള്ളാം. അപ്പൊ ചേച്ചി അനിയത്തെ പോലെ പ്രതികരണശേഷിയുള്ള ആളായിരിക്കുമല്ലോ. താൻ ചേച്ചി അനിയത്തിനെയും വെറുപ്പിച്ചു അല്ലേ? അതൊക്കെ പോട്ടെ. അപ്പോ ഈ സ്ഥലമുടമകളുടെ കാര്യത്തിൽ എന്താ തന്റെ തീരുമാനം? എല്ലാം സാറ് പറയുന്ന പോലെ ചെയ്തേക്കാം. അത് ന്യായം. അപ്പോ താൻ ഇന്ന് തന്നെ കയ്യേറിയ എല്ലാ സ്ഥലങ്ങളും ഒഴിഞ്ഞു മാറിക്കൊടുക്കണം. പകരം സ്ഥലമുടമകൾ നിങ്ങൾക്കെതിരെ പരാതിയൊന്നുമില്ല എന്നെഴുതി തരും. ഞാൻ അടുത്ത പ്രാവശ്യം ഇൻസ്പെക്ഷന് വരുമ്പോ സ്ഥലമെല്ലാം യഥാർത്ഥ ഉടമകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണം. ശരി സാർ. ഗോപാലൻ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ സ്ഥലം നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നവർക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടും. അതല്ലേ നല്ലത്? ഇത് മതി സർ. ഗോപാലിനുള്ള പണി ഞാൻ വേറെ കൊടുത്തോളാം. വന്നോ? കേറി വാ. ഇവനെയൊക്കെ ഇറക്കാൻ ഇങ്ങനെ ഒരെണ്ണം വരും എന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അപ്പറേ മഹേഷ് എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്, അയാളുമായിട്ട് സംസാരിച്ചാൽ മതി. ശരി. എന്ത് ധൈര്യത്തില സാറേ എന്റെ ഡാഡി അടിച്ചത്? എന്റെ ഡാഡിയെ തൊട്ടിട്ട് താൻ ഈ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നു തോന്നുന്നുണ്ടോ? ആഹാ, ഇവനും പന തന്നെയാണല്ലോ. അപ്പോ കുടുംബം മൊത്തം പാപികളാണോ? നിന്റെ തന്തയെ തല്ലാൻ പേടിയില്ലാത്തവർക്ക് നിന്നെ തല്ലാൻ എന്താ പ്രശ്നം? ദേ, മൂത്തോര് സംസാരിക്കുമ്പം ഇടയിൽ കയറി ഞെളിയാൻ നോക്കരുത്, പറഞ്ഞേക്കാം. ഇവിടെയുള്ള കലാപരിപാടികളൊക്കെ തീർന്ന സ്ഥിതിക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോവാം. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ഉടമസ്ഥർക്ക് സ്ഥലം തിരിച്ചു കൊടുക്കുമ്പോൾ
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഞാൻ തന്റെ വീട്ടിലേക്കൊരു വരവങ്ങ് വരും. അവിടെ നിന്ന് സ്റ്റേഷൻ വരെ അണ്ടർവെയറിലാക്കി നടത്തിക്കുക. ഞാനതെല്ലാം കൃത്യമായിട്ട് ചെയ്തോളാം സാർ. അങ്ങനെ ചെയ്താൽ തനിക്ക് കൊള്ളാം. പൊക്കോ. ശരിയെന്ന്. സർ. ഓക്കെ. മഞ്ജു, ഒരു മിനിറ്റ് ഇരിക്കേ. സർ. ഇരിക്കേ. ഈ മാധവൻ സാറിനെ എനിക്ക് നേരിട്ടറിയില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ളവരിൽ നിന്നും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 മക്കളുണ്ടായതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. തൻ്റെ അനിയത്തിക്ക് വേണമെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പെടാതെ അവൾക്ക് വേണ്ടപ്പെട്ടവരുടെ ആധാരം മോഷ്ടിച്ച് അവരെ ഏൽപ്പിക്കാമായിരുന്നു. അവൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പലവട്ടം നിരാശപ്പെടുത്തിയിട്ടും എന്തിനാണ് ഇത്തവണ നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് അവളുടെ ചേച്ചിക്ക് അവളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന്. താൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് അവൾക്ക് മറ്റാരുമുള്ളൂ. ഇങ്ങനൊരു അനിയത്തെ കിട്ടിയത് തൻ്റെ ഭാഗ്യാടോ. ഇത് ഞാൻ തന്നോട് പറഞ്ഞില്ലെങ്കിൽ വലിയ തെറ്റാകുമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെത്രയും പെട്ടെന്ന് തീർക്കുന്നതല്ലേ നല്ലത്. മഞ്ജുവിൻ്റെ അച്ഛനും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നിയത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി മഞ്ജുവിൻ്റെ ഇഷ്ടം പോലെ. യു മേ ഗോ നൗ. താങ്ക് യു സർ. അപ്പൊ അവള് നമ്മളെയൊക്കെ മണ്ടന്മാരാക്കായിരുന്നല്ലേ? നല്ല കാര്യത്തിനൊക്കെ ആണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഞ്ജു. പക്ഷേ ഞാൻ ഗോപാൽജിയോട് വേണോന്ന് വെച്ച് നുണ പറഞ്ഞ പോലെ ആവില്ലേ? അവൾക്കുള്ളത് ഞാൻ നേരിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാ ശരി. എന്താ ഗിരീട്ട, മഹിമയെ അറസ്റ്റ് ചെയ്തോ? ഒറ്റ അടി വെച്ച നിലുണ്ടല്ലോ. എന്താ ഗിരീട്ട പ്രശ്നം? മഹിമയുടെ കൂടെ നാടകക്കാരാണ് വരുന്നതെന്ന് നിന്നോട് പറഞ്ഞത് മഹിമ തന്നെയാണോ? അതെ. ആ, എന്താ ഗിരീട്ട? അവള് നിന്നെ അസലായിട്ട് പറ്റിച്ചു. എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല എന്റെ മണ്ടൻ ചേട്ടാ. മഹിമ ഗോപാൽജിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതേ ശരിക്കുള്ള വിജിലൻസ് ഓഫീസേഴ്സിനെ കൊണ്ടാ. അയ്യോ. ഗോപാൽജിയും ശാലിനിയും ഞാൻ പറയുന്നത് വിശ്വസിച്ച് അവര് നാടക നടന്മാരാണെന്ന് കരുതി അവരെ തല്ലി.